സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം ലഭിക്കാത്തതിൽ മനംനൊന്ത ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി തോമസ് സാഗരമാണ് മരിച്ചത്. പെരുമ്പഴുത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതാണ് കാരണം. അവളുടെ വിവാഹ ആവശ്യത്തിനാണ് പണം തിരികെ ചോദിച്ചത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഇതുമായി ബന്ധപ്പെട്ട ഈ സഹകരണ ബാങ്കിന്റെ ക്രമക്കേട് അത് തന്നെയാണ് ഗൃഹനാഥന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം. അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായത്? തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകര മരുതന്നൂർ സ്വദേശി തോമസ് സാഗരം 55 വയസ്സായിരുന്നു. ഇദ്ദേഹമാണ് ഇപ്പോൾ ജീവൻ ഒടുക്കിയത്. നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ജീവൻ ഒടുക്കി എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ തോമസ് സാഗരൻ നിക്ഷേപിച്ച 5 ലക്ഷം രൂപ അത് തിരിച്ചു ചോദിച്ചിട്ട് നൽകിയില്ലെന്നും ഇതേ തുടർന്ന് കടുത്ത മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് തോമസിന്റെ ബന്ധുക്കൾ പറയുന്നത്. തോമസിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം പണം തിരികെ ചോദിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 19-നാണ് തോമസ് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. ശരി, രശ്മിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.